തീവ്രമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാം. ഏറ്റവും മികച്ച മാർക്കോട് കൂടി തന്നെ നമ്മൾ കേട്ടിട്ട് സ്വന്തമാക്കും. പെഡഗോജി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അലേർട്ട് ആയിരിക്കണം. നമ്മളുടെ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം മാറും. ഒരു പെഡഗോജി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 സബ്ജക്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. സെയിം പെഡഗോജിയെ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും അതുപോലെ തന്നെ മാത്സിലും EVSലും സൈക്കോളജിയിലും ഉപയോഗിക്കാൻ പറ്റും. പഠിച്ചത് റിവൈസ് ചെയ്താൽ മതി. പുതിയ കാര്യങ്ങളിൽ ഓവറായിട്ട് അങ്ങോട്ട് കയറി പഠിക്കണമെന്നില്ല. പഠിച്ചേ റിവൈസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ കയറുന്നത് എന്തും എടുത്തിട്ടാണ്? ക്ലാസ്സുകളൊക്കെ നമ്മൾ എക്സ്ട്രാ ഈ പറയുന്ന പോയിന്റ് ഒക്കെ കവർ ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ റെഫർ ചെയ്തിട്ടാണ് ഈ പറയുന്ന നോട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പരമാവധി അങ്ങനെ തന്നെ എനിക്ക് കവർ ചെയ്ത് പഠിക്കാൻ നോക്കാം. 5 ദിവസമായി നടന്നുവരുന്ന കേട്ടറ്റ് ഫ്രീ മാരത്തോൺ ക്ലാസ്സുകൾക്ക് ഇന്ന് സമാപനം. സൈക്കോളജി, മലയാളം, EVS, മാത്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ പരീക്ഷയുടെ മുന്നോടിയായി നടത്തിയ മാരത്തോൺ ക്ലാസ്സുകൾക്ക് നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. ഈ 5 ദിവസത്തെ മാരത്തോണിൻ്റെ ക്ലാസ് വളരെ ഉപകാരപ്പെട്ട ക്ലാസ് ആയിരുന്നു. എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ട് ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാൻ പറ്റും ഓരോരോ ക്ലാസ്. അതായത് എക്സ്ട്രാ എടുത്ത് പറയേണ്ട ഒന്നാണ് നമ്മുടെ മാത്സിൻ്റെ ക്ലാസ്, ഇംഗ്ലീഷിൻ്റെ ക്ലാസ്, അതുപോലെ തന്നെ സൈക്കോളജിൻ്റെ ഖാദർ സാറിൻ്റെ ക്ലാസ്, പിന്നെ EVSൻ്റെ ക്ലാസ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ഓരോരോ ക്ലാസ്സുകളും. 5 ദിവസത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരു ലാസ്റ്റ് നിമിഷം വെച്ചിട്ട് എല്ലാറ്റിനെയും കുറിച്ചൊരു ഓവറോൾ പറഞ്ഞു തന്നു. ഇനി മുതൽ നന്നായിട്ട് പഠിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇവിടുന്ന് കിട്ടി. ഈ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ പഠിച്ചതൊക്കെ നമ്മളിപ്പോൾ സമയത്ത് മറന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ക്ലാസ്സോട് കൂടി അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. സൂപ്പറായിരുന്നു. 5 ദിവസത്തെ ക്ലാസ് ഉണ്ട് എന്നുള്ള വിവരം അറിഞ്ഞിട്ട് മാത്രം ഇവിടെ എത്തിയ ഒരാളാണ് ഞാൻ. പക്ഷേ ആ 5 ദിവസത്തെ ക്ലാസ് ഇത്രത്തോളം എനിക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് കുറേ ടോപ്പിക്കുകൾ കവർ ചെയ്യാനും ചില ടോപ്പിക്കുകളിലൊക്കെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു സംശയങ്ങളും പേടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാനും ഒക്കെ ഈ 5 ദിവസത്തെ ക്ലാസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും 2 മെൻറ്റേഴ്സിനെ വെച്ചിട്ട് ഒരു കേട്ടറ്റിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വെച്ചിട്ടാണ്, മോഡൽ എക്സാംസും അതുപോലെ ടോപ്പിക് എക്സാമും വെച്ചിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഫൈനൽ റിവിഷൻ എന്ന വണ്ണാണ് നിങ്ങൾക്ക് എന്ത് തന്നത്? കേട്ടറ്റിൻ്റെ മാരത്തോൺ തന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് എന്തിനുള്ള സമയമാണ്? ഇനി അങ്ങോട്ട് പഠിച്ചത് തന്നെ പഠിക്കാനുള്ള സമയമാണ്, വായിച്ചത് മാത്രം വായിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, കാരണം നിങ്ങളുടെ റിവിഷനാണ് ഇന്നത്തോടു കൂടി അവസാനിച്ചത്. അപ്പോൾ എക്സാം എല്ലാവരും കോൺഫിഡൻസോട് കൂടി എഴുതുക. എല്ലാവരും ഇത്തവണ നല്ല മാർക്കോട് കൂടെ പാസ്സാവുന്ന മിസ്സിന് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും എയ്സിൻ്റെ എൻ്റെയും വിജയാശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു.